ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യപാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ആഴ്സണൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് റയലിനെ തോൽപ്പിച്ചത്. ബയേൺ 1-നെതിരെ 2 ഗോളുകൾക്ക് ഇന്റർ മിലാനോട് പരാജയപ്പെട്ടു. ബാഴ്സ ബൊറൂസിയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. 1-നെതിരെ 3 ഗോളുകൾക്കാണ് ആസ്റ്റൺ വില്ല PSG പരാജയപ്പെട്ടത്. ഇതിന് പിന്നാലെ ഒപ്റ്റ അനലിസ്റ്റ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിരീട സാധ്യതകൾ ആർക്കാണ് എന്നുള്ളത് വിശകലനം ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, റയൽ മാഡ്രിഡ് ഏറ്റവും പിറകിലാണ്. നിലവിൽ 1% കിരീട സാധ്യത മാത്രമാണ് റയലിന് ഉള്ളത്. ഏതായാലും പട്ടിക നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യത കൽപ്പിക്കപ്പെടുന്നത് ആഴ്സണലാണ്. 28.4% അവർക്ക് കിരീട സാധ്യത ഉള്ളത്. 96% അവർ സെമി ഫൈനലിൽ എത്താനുള്ള സാധ്യത. 54.2% അവർ ഫൈനലിൽ എത്താനുള്ള സാധ്യത. ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് FC ബാഴ്സലോണയാണ്. 22.4% അവർ കിരീടം നേടാനുള്ള സാധ്യത. സെമി ഫൈനലിൽ എത്താനുള്ള സാധ്യത 80%. ഫൈനലിൽ എത്താനുള്ള സാധ്യത 43.3%. മൂന്നാം സ്ഥാനത്ത് ഇന്റർ മിലാൻ വരുന്നു. കിരീടം നേടാനുള്ള സാധ്യത 21.1%. ഫൈനലിൽ എത്താനുള്ള സാധ്യത 43.7%. സെമി ഫൈനലിൽ എത്താനുള്ള സാധ്യത 82.4%. നാലാം സ്ഥാനത്ത് PSG ആണ് വരുന്നത്. കിരീട സാധ്യത 18.8%. അഞ്ചാം സ്ഥാനത്ത് ബയേൺ മ്യൂണിക്ക്, കിരീട സാധ്യത 3.7%. ആറാം സ്ഥാനത്ത് ആസ്റ്റൺ വില്ല വരുന്നു. കിരീട സാധ്യത 3.2%. ഏഴാം സ്ഥാനത്ത് ബൊറൂസിയ ഡോർട്ട്മുണ്ട് വരുന്നു. കിരീട സാധ്യത 1.3%. ഏറ്റവും ഒടുവിലാണ്, എട്ടാം സ്ഥാനത്താണ് നിലവിലെ ജേതാക്കളായ റയൽ മാഡ്രിഡ് വരുന്നത്. അവർ സെമി ഫൈനലിൽ എത്താനുള്ള സാധ്യത കേവലം 4% മാത്രമാണ്. അതുപോലെ തന്നെ ഫൈനലിൽ എത്താനുള്ള സാധ്യത കേവലം 2.2% മാത്രമാണ്. കിരീടം നേടാനുള്ള സാധ്യത 1.1% മാത്രമാണ്. അതായത് ഈ 8 ടീമുകളിൽ കിരീടം നേടാൻ ഏറ്റവും കുറവ് സാധ്യതയുള്ള ടീം അത് ഇപ്പോൾ റയൽ മാഡ്രിഡ് ആണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.